സക്സസ് ഫയലിലേക്ക് സ്വാഗതം. 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റ് ആണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നാളെ പരീക്ഷയുള്ളവർ മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു എക്സാമിൻ്റെ കട്ട് ഓഫ് വെച്ചിരിക്കുന്നത് 45 മാർക്കാണ്. നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നോക്കുക. കിട്ടുന്ന മാർക്ക് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, 2025 50-ാം വാർഷികം ആചരിച്ച ഇന്ത്യൻ ബഹിരാകാശ ദൗത്യം ഏതാണ്? 2025 ആര്യഭട്ടയാണ്. ആര്യഭട്ട. സുപ്രീം കോടതിയുടെ പുതിയ പതാക ഡിസൈൻ ചെയ്തത് ഏത് സ്ഥാപനമാണ്? സുപ്രീം കോടതിയുടെ പുതിയ പതാക ഡിസൈൻ ചെയ്തത് ഏത് സ്ഥാപനമാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി ആണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി ആണ് സുപ്രീം കോടതിയുടെ പുതിയ പതാക ഡിസൈൻ ചെയ്തത്. ഇന്ത്യയിലെ ആദ്യ വെർച്വൽ കാർഡ് പിക്സൽ പുറത്തിറക്കിയ ബാങ്ക് ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ വെർച്വൽ കാർഡ് പിക്സൽ പുറത്തിറക്കിയ ബാങ്ക് HDFC ബാങ്ക് ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. HDFC ബാങ്ക്. യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദി വേൾഡ് രജിസ്റ്ററിൽ ആലേഖനം ചെയ്ത 2 ക്ലാസിക്കൽ ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ. 2 ക്ലാസിക്കൽ ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ മെമ്മറി ഓഫ് ദി വേൾഡ് രജിസ്റ്ററിൽ ആലേഖനം ചെയ്തത് ഏതൊക്കെയാണ്? ശ്രീമദ് ഭഗവത്ഗീത, നാട്യശാസ്ത്രം എന്നിവയാണ്. ശ്രീമദ് ഭഗവത്ഗീത, നാട്യശാസ്ത്രം എന്നിവയാണ്. റഷ്യയ്ക്ക് ശേഷം പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ക്രിട്ടിക്കാലിറ്റി കൈവരിച്ച ലോകത്തിലെ 2ാമത്തെ രാജ്യം ഏത്? 2ാമത്തെ രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യ. പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിൽ ക്രിട്ടിക്കാലിറ്റി കൈവരിച്ച ലോകത്തിലെ 2ാമത്തെ രാജ്യം ഇന്ത്യ. ആദ്യത്തെ രാജ്യം ഏതാണ്? റഷ്യ. ഓക്സിജന്റെ ഐസോട്ടോപ്പ് ഏതാണ്? തന്നിരിക്കുന്നു 16, 17, 18. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇവ എല്ലാം. ഓപ്ഷൻ ഡി, ഇവ എല്ലാം. ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രന്റെ ആകെ ഊർജം. ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രന്റെ ആകെ ഊർജം നെഗറ്റീവാണ്. നെഗറ്റീവ്. ലോസ് ഏഞ്ചൽസിലെ ഓസ്കാർ അക്കാദമി മ്യൂസിയത്തിൽ 2026 ഫെബ്രുവരി 12 പ്രദർശിപ്പിച്ച മലയാള സിനിമ ഏത്? ബ്രഹ്മയുഗമാണ്. ബ്രഹ്മയുഗം. എവിടെയാണ്? ലോസ് ഏഞ്ചൽസിലെ ഓസ്കാർ അക്കാദമി മ്യൂസിയത്തിൽ 2026 ഫെബ്രുവരി 12 പ്രദർശിപ്പിച്ച മലയാള സിനിമയാണ് ബ്രഹ്മയുഗം. 2026 നാറ്റോ ഉച്ചകോടിയുടെ വേദി. നാറ്റോ ഉച്ചകോടി അങ്കാറയാണ്. തുർക്കിയില് അങ്കാറ. തുർക്കിയില് അങ്കാറ. 2026 റിപ്പബ്ലിക് ദിന പരേഡിന്റെ പ്രധാന പ്രമേയം എന്തായിരുന്നു? 2026 റിപ്പബ്ലിക് ദിന പരേഡിന്റെ പ്രധാന പ്രമേയം വന്ദേ മാതരത്തിന്റെ 150 വർഷങ്ങൾ. ഓപ്ഷൻ ബി, വന്ദേ മാതരത്തിന്റെ 150 വർഷങ്ങൾ. 2025 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം. 2025 ലോക പരിസ്ഥിതി ദിനം ആതിഥേയത്വം വഹിച്ചത് റിപ്പബ്ലിക് ഓഫ് കൊറിയയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. റിപ്പബ്ലിക് ഓഫ് കൊറിയ. 2026 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയ രാജ്യം ഏത് എന്ന് കമന്റ് ചെയ്യുക. 2026 ഹിമാലയം ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്നതിന് കാരണം. ഹിമാലയം ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്നതിന് കാരണം ഭൗമശിലാപാളികളുടെ ചലനമാണ്. ഭൗമശിലാപാളികളുടെ ചലനമാണ് ഹിമാലയം ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്നതിന് കാരണം. 1-ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ആരംഭിച്ച പ്രധാന ജലസേചന പദ്ധതി. 1-ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ആരംഭിച്ച പ്രധാന ജലസേചന പദ്ധതി ഏതാണ്? ബക്രാനങ്കൽ പദ്ധതിയാണ്. ബക്രാനങ്കൽ പദ്ധതി. പ്രാദേശിക ഗവൺമെന്റുകൾ ഏത് ലിസ്റ്റിൽ പെടുന്നു? പ്രാദേശിക ഗവൺമെന്റുകൾ ഏത് ലിസ്റ്റിൽ പെടുന്നു? പ്രാദേശിക ഗവൺമെന്റുകൾ സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. സ്റ്റേറ്റ് ലിസ്റ്റ്.
ഭരണഘടനയിലെ ഏത് അനുച്ഛേദ പ്രകാരമാണ് പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനം വിളിക്കുന്നത്? ഭരണഘടനയിലെ ഏത് അനുച്ഛേദ പ്രകാരമാണ് പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനം വിളിക്കുന്നത്? 108 അനുച്ഛേദമാണ്. ഓപ്ഷൻ സി, 108 അനുച്ഛേദം. മന്ത്രിമാരുടെ കൗൺസിലിന്റെ വലിപ്പം അംഗങ്ങളുടെ 15% പരിമിതപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 91 ഭരണഘടനാ ഭേദഗതിയാണ്. 91 ഭരണഘടനാ ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ BR അംബേദ്കർ ആയിരുന്നു. സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ ഉറപ്പുവരുത്തുന്നു. മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളുന്നു. അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം എന്നത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന മൗലിക അവകാശവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആശയമാണ്. ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 1989 വരെ ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള കുറഞ്ഞ പ്രായം എത്രയായിരുന്നു? വോട്ടവകാശത്തിനുള്ള കുറഞ്ഞ പ്രായം 21 വയസ്സായിരുന്നു. 21. നിലവിൽ 18 വയസ്സ്. എല്ലാ വർഷവും നിയമസഭാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? എല്ലാ വർഷവും നിയമസഭാ ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 27 ആണ്. ഏപ്രിൽ 27 നിയമസഭാ ദിനമായിട്ട് ആചരിക്കുന്നു. ഏപ്രിൽ 27. സാന്താളി ഭാഷയിലുള്ള ഭരണഘടന പ്രകാശനം ചെയ്തത് ആര്? സാന്താളി ഭാഷയിലുള്ള ഭരണഘടന പ്രകാശനം ചെയ്തത് ദ്രൗപദി മുർമുവാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ദ്രൗപദി മുർമു. ഡോക്ടർ BR അംബേദ്കർ യൂണിറ്റി ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ചത് എന്തിനെയൊക്കെയാണ്? യൂണിറ്റി ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ചത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. കൊഴുപ്പ് നികുതി ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? കൊഴുപ്പ് നികുതി ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. കേരളം. കൊഴുപ്പ് നികുതി ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? കേരളം. ലോക വന്യജീവി ദിനം? ലോക വന്യജീവി ദിനം മാർച്ച് 3 ആണ്. മാർച്ച് 3 ലോക വന്യജീവി ദിനം. വൈറ്റ് റിവല്യൂഷൻ, ശ്വേത വിപ്ലവം എന്തിന്റെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈറ്റ് റിവല്യൂഷൻ എന്തിന്റെ ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പാലിന്റെ ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പാൽ. കൈമുട്ടിലും കാൽമുട്ടിലും കാണപ്പെടുന്ന ഒരു വശത്തേക്ക് മാത്രം ചലിക്കുവാൻ സാധിക്കുന്ന സന്ധി ഏതാണ്? വിജാഗിരി സന്ധിയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. വിജാഗിരി സന്ധി. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറായി നിയമിക്കപ്പെടുവാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? ഗവർണർ 35 വയസ്സാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 35 വയസ്സ്. കാർബണിന്റെ അളവ് ഏറ്റവും കൂടുതലുള്ള കൽക്കരിയിനം ഏതാണ്? കാർബണിന്റെ അളവ് ഏറ്റവും കൂടുതലുള്ള കൽക്കരിയിനം ആന്ത്രസൈറ്റ് ആണ്. ഓപ്ഷൻ സി ആന്ത്രസൈറ്റ്. എന്തിന്റെയാണ്? കാർബണിന്റെ അളവ് ഏറ്റവും കൂടുതലുള്ള കൽക്കരിയിനം ആന്ത്രസൈറ്റ്. കാർബണിന്റെ 60 ആറ്റങ്ങൾ അടങ്ങിയ ബക്കി ബോൾസ് എന്നറിയപ്പെടുന്ന അലോട്രോപ്പ് ഏത്? കാർബണിന്റെ 60 ആറ്റങ്ങൾ അടങ്ങിയ ബക്കി ബോൾസ് എന്നറിയപ്പെടുന്ന അലോട്രോപ്പ് ഫുള്ളറിൻ ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഫുള്ളറിൻ. മനുഷ്യൻ കൃത്രിമമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ മൂലകം ഏത്? മനുഷ്യൻ കൃത്രിമമായിട്ട് നിർമ്മിച്ച ആദ്യ മൂലകം ടെക്നീഷ്യമാണ്. ടെക്നീഷ്യമാണ് മനുഷ്യൻ കൃത്രിമമായിട്ട് നിർമ്മിച്ച ആദ്യ മൂലകം. ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായങ്ങളെ കുറിച്ചുള്ള പ്രസ്താവനകൾ താഴെ നൽകുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക ഇരുമ്പുരുക്ക് ശാലയാണ് ടിസ്കോ. 2ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഭിലായ്, റൂർക്കേല പദ്ധതികൾ ആരംഭിച്ചത്. പൊതുമേഖല ഇരുമ്പുരുക്ക് ശാലകളുടെ നടത്തിപ്പ് ചുമതല സെയിലിനാണ്. ഉത്തരം വരുന്നത് എന്താണ്? ഉത്തരം വരുന്നത്
ഓപ്ഷൻ ഡി ആണ് എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഒന്നും കൂടി നോക്കാം. ഇന്ത്യയിൽ ആദ്യത്തെ ആധുനിക ഇരുമ്പുരുക്കശാല ഏത്? ടിസ്കോ. ശരിയാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഭിലായ് റൂർക്കേല പദ്ധതികൾ ആരംഭിച്ചത്. ശരിയാണ്. പൊതുമേഖല ഇരുമ്പുരുക്കശാലകളുടെ നടത്തിപ്പ് ചുമതല സെയിലിനാണ്. ശരിയാണ്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏവ? ഇന്ത്യയിലെ ആദ്യത്തെ PPP മാതൃകയിലുള്ള വിമാനത്താവളമാണിത്. ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ വിമാനത്താവളമാണിത്. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതാണ്? ഓപ്ഷൻ സി ആണ്. 1, 2 എന്നിവ എന്താണ്? ശരിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ PPP മാതൃകയിലുള്ള വിമാനത്താവളമാണ്. ശരിയാണ്. ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ വിമാനത്താവളമാണ് എന്നിവ ശരിയാണ്. ലോഹധാതുക്കളെ സംബന്ധിക്കുന്ന താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? പ്രകൃതിയിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന ലോഹത്തിന്റെ അംശമുള്ളവയാണ് ലോഹധാതുക്കൾ. ഇവ പൊതുവെ കടുപ്പമുള്ളതും തിളക്കമുള്ളതുമാണ്. ബോക്സൈറ്റിൽ നിന്നും അലൂമിനിയം വേർതിരിച്ചെടുക്കുന്നത് ലോഹധാതുക്കൾക്ക് ഉദാഹരണമാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എന്നിവ എല്ലാം. പ്രകൃതിയിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന ലോഹത്തിന്റെ അംശമുള്ളവയാണ് ലോഹധാതുക്കൾ. ശരിയാണ്. ഇവ പൊതുവെ കടുപ്പമുള്ളതും തിളക്കമുള്ളതുമാണ്. ശരിയാണ്. ബോക്സൈറ്റിൽ നിന്നും അലൂമിനിയം വേർതിരിച്ചെടുക്കുന്നത് ലോഹധാതുവിന് ഉദാഹരണമാണ്. ശരിയാണ്. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ പൗരന്മാർക്ക് ഹൈക്കോടതികളെ സമീപിക്കാവുന്ന അനുച്ഛേദം ഏത്? ഹൈക്കോടതികളെ സമീപിക്കാവുന്ന അനുച്ഛേദം 226 ആണ്. അനുച്ഛേദം 226. സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരത്തിൽ വ്യത്യാസം വരാൻ കാരണം എന്താണ്? സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരത്തിൽ വ്യത്യാസം വരുവാനുള്ള കാരണം ഓപ്ഷൻ സി ആണ്. ഭൂമിയുടെ സഞ്ചാരപഥം ദീർഘവൃത്താകൃതിയിൽ ആയതുകൊണ്ട്. ഭൂമിയുടെ സഞ്ചാരപഥം ദീർഘവൃത്താകൃതിയിൽ ആയതുകൊണ്ട്. പാഞ്ചാലി ശബദം എന്ന തമിഴ് കൃതിയുടെ രചയിതാവ് ആര്? പാഞ്ചാലി ശബദം എന്ന തമിഴ് കൃതിയുടെ രചയിതാവ് സുബ്രഹ്മണ്യ ഭാരതിയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. സുബ്രഹ്മണ്യ ഭാരതി. അടുത്ത ചോദ്യം, രാജാറാം മോഹൻ റോയുടെ ജന്മസ്ഥലം ഏതാണ്? രാജാറാം മോഹൻ റോയുടെ ജന്മസ്ഥലം ബംഗാൾ ആണ്. രാജാറാം മോഹൻ റോയുടെ ജന്മസ്ഥലം ബംഗാൾ. പണ്ഡിത രമാബായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലാണ് പങ്കെടുത്തത്? പണ്ഡിത രമാബായി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം 1889 ബോംബെ സമ്മേളനമാണ്. 1889 ബോംബെ സമ്മേളനം. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആരാണ്? രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. സ്വാമി വിവേകാനന്ദൻ. സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപിച്ചത് ആരാണ്? സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപിച്ചത് EV രാമസ്വാമി നായ്ക്കറാണ്. EV രാമസ്വാമി നായ്ക്കർ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ്? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഓപ്ഷൻ സി 2025 മെയ് 2 2025 മെയ് 2. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം വിഴിഞ്ഞം തുറമുഖമാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. വിഴിഞ്ഞം തുറമുഖം. ബഹിരാകാശ ദൗത്യങ്ങൾക്കായി വിക്രം 3201 കൽപ്പന 3201 മൈക്രോ പ്രോസസ്സറുകൾ വികസിപ്പിച്ചത് ISRO ആണ്. ISRO. ഏതൊക്കെയാണ്? വിക്രം 3201, കൽപ്പന 3201 എന്നീ മൈക്രോ പ്രോസസ്സറുകൾ വികസിപ്പിച്ചത് ISRO. സെമി ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ചിട്ടുള്ള ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് ഏതാണ്? അഗ്നിബാൺ ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അഗ്നിബാൺ. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി? കാമിറിത ശർമ്മ. കാമിറിത ശർമ്മ. കൈരളി AI ചിപ്പ് രൂപകൽപ്പന ചെയ്ത സർവകലാശാല? കൈരളി AI ചിപ്പ് കേരള ഡിജിറ്റൽ സർവകലാശാലയാണ്. കേരള ഡിജിറ്റൽ സർവകലാശാല. 2026 പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹനായ മുൻ കേരള മുഖ്യമന്ത്രി ആരാണ്? പത്മവിഭൂഷൺ VS അച്യുതാനന്ദൻ. ഓപ്ഷൻ സി ആണ് ഉത്തരം.
VS അച്യുതാനന്ദൻ. അയൺ ബട്ടർഫ്ലൈ എന്ന വിളിപ്പേരുള്ള അടുത്തിടെ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ബാഡ്മിന്റൺ താരം അയൺ ബട്ടർഫ്ലൈ സൈന നെഹ്വാൾ ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. സൈന നെഹ്വാൾ, അയൺ ബട്ടർഫ്ലൈ. കേരള സർക്കാരിൻ്റെ ഔദ്യോഗിക ഓൺലൈൻ ടാക്സി സർവീസിൻ്റെ പേര്. കേരള സർക്കാരിൻ്റെ ഔദ്യോഗിക ഓൺലൈൻ ടാക്സി സർവീസാണ് കേരള സവാരി. ഓപ്ഷൻ ബി ആണ് ഉത്തരം. കേരള സവാരി. കേരള രാജ്ഭവന്റെ ഔദ്യോഗിക ഇൻ ഹൗസ് മാസികയുടെ പേര്. കേരള രാജ്ഭവന്റെ ഔദ്യോഗിക ഇൻ ഹൗസ് മാസികയുടെ പേര് രാജഹംസം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. രാജഹംസം. അവസാനത്തെ ചോദ്യം, വിക്കിപീഡിയ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്. വിക്കിപീഡിയ ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി 15 ജനുവരി 15 വിക്കിപീഡിയ ദിനമായിട്ട് ആചരിക്കുന്നത്. ഈ ഒരു എക്സാമിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്